നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഭൗമദിനത്തിൽ മരിങ്ങോടമല്ലിൽ നിന്നും ഭൗമദർശന പരിപാടി സംഘടിപ്പിച്ചു. വാർത്ത വിശദമായി. മല്ലിശ്ശേരി എസ്റ്റേറ്റിൽ വെച്ച് പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷനായി. കടമ്പഴിപ്പുറം ഹൈസ്കൂൾ മാസ്റ്റർ കൃഷ്ണകുമാരൻ നേതൃത്വത്തിലുള്ള SPC NCC കേഡറ്റുകളുടെ സാന്നിധ്യവും ഉണ്ടായി. റിട്ടയേർഡ് കൃഷി ജോയിന്റ് ഡയറക്ടറും സാംസ്കാരിക പ്രവർത്തകനുമായ വിനോദ് PB ഭൗമദിന സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി. നാരായണൻ മുസദ്, KN കുട്ടി കടമ്പഴിപ്പുറം, ജേക്കബ് മാസ്റ്റർ, മനോജ് MA, ഉത്തമൻ, വാസുദേവൻ, ഇന്ദിര ആനന്ദ്, സുബ്രഹ്മണ്യൻ താഴത്തേതിൽ, സെക്രട്ടറി സതീഷ് NK എന്നിവർ ഭൗമദിന സന്ദേശം നൽകി. സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവഗാന്ധാരം മ്യൂസിക് ട്രൂപ്പ് പാരിസ്ഥിതിക കവിതകളും ഗാനങ്ങളും ആലപിച്ചു. തുടർന്ന് ഭൗമദിന പ്രതിജ്ഞയുമെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും അടക്കാപുത്തൂർ സംസ്കൃതി വൃക്ഷത്തൈകളും നൽകി. അത് പന്ത് കഴിക്കുന്ന മരം, അയാൾ വിചാരിക്കുന്ന മരം വന്ന് അതിലൊക്കെ പന്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാല്യകാലം നമുക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഒരു 40-50 വയസ്സിനുള്ള മുകളിലൊക്കെ ഉള്ളവരൊക്കെ മഹാഭാഗ്യവന്മാരാണ്. കാരണം നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നാൽ തീർച്ചയായിട്ടും നടക്കും എന്നുള്ളൊരു സംശയമില്ല. മാത്രമല്ല നമ്മുടെ ഈ ഒരു അവസരത്തിൽ മഹാത്മാജിയുടെ വാക്കുകളെയാണ് ഞാൻ എടുത്തു പറയുന്നത്. കാരണം നമ്മുടെ ഭൂമിയിൽ ആവശ്യത്തിനുള്ളതെല്ലാം നമ്മുടെ ഭൂമിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അത് മരമായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, ജലമായിക്കോട്ടെ, എല്ലാം. പക്ഷെ അത്യാർത്തിക്കുള്ളതില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ പല സംഗതികളും നടക്കുന്നത് അത്യാർത്തിയുടെ മൂലമുള്ള ഒരുപാട് സംഗതികളാണ്. അപ്പോൾ അത് നമുക്ക് ഇല്ലാതാക്കണം. നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അത് മാത്രം എടുത്ത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങുന്നത്, ഞാനൊരു മരമില്ലിലെ പണിക്കാരനായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങുന്നത്. ലിക്കണേ, പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണെടോ പന്ത് കായ്ക്കും മരമായി വളർത്തുക. ആ ബാല്യകാലം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒരു കുട്ടി പണ്ട് എല്ലാം കാരണം ആ കുട്ടിയുടെ ചിന്തകളിൽ ആ പന്ത് കുഴിച്ചിട്ടാൽ അത് മരമായി വളരും എന്നുള്ള ഒരു ചിന്ത അന്നത്തെ കുട്ടികളിലുണ്ടായിരുന്നു. അപ്പോൾ ആ JCBയോട് പറയാണ്, എൻ്റെ കൈകളിൽ ഇത് തടഞ്ഞാലേ എന്നെ ഒന്ന് കൂകി വിളിക്കണേ. അത് പന്ത് കഴിക്കുന്ന മരം, അയാൾ വിചാരിക്കുന്ന മരം വന്ന് അതിലൊക്കെ പന്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാല്യകാലം നമുക്കുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഒരു